ഇവിടെ വരൂ, ഇവരോടൊപ്പം നിന്നെ ഞാനിപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഞാൻ എന്റെ ഈ ക്രാഫ്റ്റ് വർക്കിന് ബെസ്റ്റ് ആക്കി തരാം. എനിക്ക് അല്പം ബുദ്ധിയുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപയോഗിക്കാറുമുണ്ട്. ഞാൻ അങ്ങോട്ട് വരില്ല, സംശയമുണ്ടോ? ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. അല്ലെങ്കിൽ ഞാൻ സത്യമായിട്ടും അമ്മയോട് പറഞ്ഞു കൊടുക്കും. എന്തിനാ അമ്മയോട് മാത്രമാക്കുന്നേ? വീട്ടുകാരോട് മുഴുവൻ പറഞ്ഞു. എന്നാലും ഞാനില്ല നിങ്ങളുടെ ഈ കുട്ടികളിക്ക് കൂട്ടു നിൽക്കാൻ. സംശയമുണ്ടോ? ഞാൻ എന്നെ പിടിക്കുമായിരുന്നു, എന്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് കാട്ടുമായിരുന്നു, നീ ശരിക്കും ഞെട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് സ്കൂളിൽ എത്തണം, അല്ലെങ്കിൽ എന്നെ കാണാതെ ടീച്ചർ വിളിക്കും. കഴുത്തിൽ കെട്ടുന്ന തുണിയെ സാധാരണ ടൈ എന്ന് പറയാം. തൽക്കാലം ഞാൻ നിങ്ങളോടെല്ലാം ബൈ എന്ന് പറയാം. പോട്ടെ. അല്ല, ഈ ബാലോട്ടർക്ക് എന്താ വട്ടായതാണോ? അല്ല, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുന്നേ. പക്ഷെ പെരുമാറ്റം മുഴുവനും കുട്ടികളെ പോലെ തന്നെയാണ്. അപ്പൊ ഡോക്ടർ എന്തിനാ സ്കൂളിലേക്ക് പോയത്? ചിലപ്പോ കുട്ടികളുടെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവും. സംശയമുണ്ടോ? എനിക്കിപ്പോ ശരിക്കും സംശയമുണ്ട്. എനിക്കുണ്ട്. സംസാരം ഒട്ടും ശരിയല്ല. ഡോക്ടറിന് എന്തോ പ്രശ്നമുണ്ട്. വാ, എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്റെ പുതിയ അയൽവാസിയാണ് ജോയി. വെയിറ്റ് ചെയ്യണേ, ഞാൻ അല്പം ലേറ്റ് ആയി പോയി. അടി കൈ. ശരി ശരി, ഇതിൽ കൈയടിക്കേണ്ട കാര്യമില്ല. കന്നാങ്കിളെ, എന്നെ സ്കൂൾ വരെ ഒന്ന് വിടാമോ? കന്നാങ്കിൾ, ഞാൻ ബിസിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ കന്നാങ്കിൾ, ഞാൻ ബിസിയാണ്, ലേറ്റ് ആയി പോയി. ഡോക്ടർ വേണമെങ്കിൽ നടന്നു പോ. അല്ല, ഒരു ഡോക്ടർ ഒന്ന് ചുമ്മാ ശല്യം ചെയ്തോണ്ടിരിക്കുകയാണെന്നേ. എന്റെ മാഷ, ഞാൻ അസിസ്റ്റന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പേപ്പേഴ്സ് അയാളുടെ കയ്യിലാണ്. പക്ഷെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? കുക്കർ ചീറ്റുന്നത് പോലെ ഉണ്ട്. ഇപ്രാവശ്യം മഴ കുറവാണ് പെയ്തത്. ഡോക്ടർ ബാലു, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഞാൻ കൈയടിക്കാൻ പറയുമ്പോഴൊന്നും നിങ്ങൾ കൈയടിക്കാറില്ല. ഇപ്പൊ ചുമ്മാ എന്ന് കൈയടിക്കുവാണോ? എന്നോട് സ്കൂളിലേക്ക് നടന്നു പോകാൻ പറഞ്ഞില്ലേ? ഇനി കന്നാങ്കിളും നടന്നു തന്നെ പൊയ്ക്കോളൂ. താങ്കൾ ഇവിടെ എന്ത് ചെയ്യാണ് ഡോക്ടർ ബാലു? രോഗികൾ താങ്കളെ വെയിറ്റ് ചെയ്യാണ്. വേഗം വരൂ. വേഗം വാ, എന്നെ വേഗം സ്കൂളിലേക്ക് വിട്. ഡോക്ടർ ബാലു, ഡോക്ടർ ബാലു, ഡോക്ടർ ബാലുവിനെ കൊണ്ട് തോറ്റു. പിള്ളേരെ പോലെ പെരുമാറുന്നത്. എന്റെ ടയറിനെ കാറ്റഴിച്ച് കളഞ്ഞിട്ട് കൈകൊട്ടിച്ചിരിക്കുക. ഞങ്ങളുടെ അടുത്തും കുട്ടികളെ പോലെയാണ് പെരുമാറിയിരുന്നത്. എന്തോ പ്രശ്നമുണ്ട്. അദ്ദേഹം എങ്ങോട്ടാ പോയത്? കർത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വന്നിരുന്നു. പക്ഷെ ഡോക്ടർ സ്കൂളിലേക്ക് പോണെന്നാ അപ്പൊ പറഞ്ഞത്. സ്കൂളിൽ തന്നെ കാണും. വാ, നമുക്ക് അവിടെ പോയി നോക്കാം. ഞാൻ പാണ്ടയാണ്. അതറിയാം, ഞാൻ ഹണിയാണ്. ഞാൻ ഇൻട്രഡക്ഷൻ തന്നതല്ല, ഞാൻ പറഞ്ഞതാണ് ഞാൻ പാണ്ടയെന്ന്. എന്നെ എന്തിനാണ് തല്ലുന്നത്?
ഹണി ഒന്ന് പതുക്കെ പോ. കൊച്ചലിയ ഞാൻ സ്പീഡ് കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത് കൊച്ചലിയും കുറച്ച് സ്പീഡ് കൂട്ടിയാ പോരെ. ഹണി ഒന്ന് മുന്നോട്ട് നോക്ക്. അയ്യോ ഡോക്ടർ ബാലു ഇത് എങ്ങോട്ടാ പോയേ? അയ്യോ ഡോക്ടർ ബാലുദാ പറന്നു പോകുന്നു. പണി ഡോക്ടർ താഴെ വീഴും മുമ്പേ പിടിക്കണം. എടാ അത് ഡോക്ടർ ബാലു ആണ്, അല്ലാതെ ക്രിക്കറ്റ് ബോൾ ഒന്നുമല്ല പറന്ന് പിടിക്കാൻ. സംശയമുണ്ടോ? അതെ അങ്ങനെ ക്യാച്ച് എടുത്താലേ നമ്മുടെ ചമ്മന്തിയാവും. അയ്യോ അയ്യോ ഡോക്ടർ ബാലു നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഒന്ന് പറ ഡോക്ടറെ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? നമ്മളാ പയ്യനെ സഹായിക്കണം. എടാ നന്നായിട്ട് നോക്കിയേ, സൂക്ഷിച്ചു നോക്കിയേ, അതാ മുന്നലാലിന്റെ മോന. സംശയമുണ്ടോ? ഗുണ്ടകൾ അവന്റെ അടുത്ത് സാധനങ്ങൾ മോഷ്ടിക്കാൻ നോക്കുകയാണ്. ഇവിടെ വരൂ. നിങ്ങളുടെ കയ്യിലുള്ള ആ കമ്മൽ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നേക്കൂ. അത് ശരി, അപ്പൊ ഈ കമ്മൽ നിങ്ങൾ എന്നെ അടിച്ചു മാറ്റാൻ വേണ്ടി വന്നതാണല്ലേ? ഞങ്ങൾ പറയുന്നത് ഇവിടെ വരൂ. ഇല്ല, ഞാൻ വരില്ല. കുറച്ചു പേര് അതിലേ പോ, കുറച്ചു പേര് എന്റെ പുറകെ തന്നെ വാ. പേടിക്കണ്ട, ഞാൻ കമ്മൽ മോഷ്ടിക്കാൻ വന്നതല്ല. ഈ കമ്മൽ ജുമാജിയുടേതാണ്. സംശയമുണ്ടോ? സംശയമുണ്ട്. നിങ്ങൾ ഇത് മോഷ്ടിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. ഇവിടെ വരൂ. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ പക്കലുള്ള ആ കമ്മല് ജുമാജിയുടേതാണ്. ഒരു കാതിലെ കമ്മലുള്ളൂ, മറ്റേ കാതിൽ കമ്മൽ. എന്നെ വെറുതെ വിടൂ, എന്റെ കോളറിൽ നിന്ന് വിടൂ. ഇതെനിക്ക് സ്കൂളിലേക്ക് പോകാനുള്ള സമയമാണ്. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. യു ആർ ഡോക്ടർ ബാലു. ആദ്യം രോഗികളൊന്ന് നോക്കൂ. ഡോക്ടർ സാറേ, നടക്കുമ്പോ എന്റെ കാലുകളൊക്കെ വേദനിക്കുന്നു. എന്നാ നടക്കാതിരുന്ന പോരെ? ഡോക്ടർ എന്തൊക്കെയാ ഈ പറയുന്നത്? നടക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നിന്റെ ഈ പ്രശ്നം ഇപ്പൊ തന്നെ തീർത്തു തരാം. നിന്റെ ഈ പ്രശ്നത്തിന് ഇപ്പൊ തന്നെ സൊല്യൂഷൻ ഉണ്ടാക്കി തരാം. കഴിഞ്ഞു. ഇനി നിനക്കൊരിക്കലും നടക്കാൻ പറ്റില്ല. ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവുകയുമില്ല. കാലുകൾ വേദനിക്കില്ല, കാരണം നിനക്ക് നടക്കാനാവില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് വേദനിക്കുന്നുണ്ട്. അതിന് നീ ഡോക്ടറിന്റെ അടുത്തല്ലേ പോകേണ്ടത്? എന്റെ അടുത്ത് എന്തിനാണ് വന്നത്? അയ്യോ അയ്യോ. എടാ മരുമാക്രി, നോക്കി നിൽക്കാതെ അഴിച്ചുതാ. കർത്താ, എല്ലാവരുടെ സുഹൃത്താ, ഞാൻ ഡോക്ടർ സാറിന്റെ ചികിത്സാ രീതിയിൽ ഇടപെടില്ല. എടാ മരത്തലയാ, എങ്ങോട്ടാ പോകുന്നേ? കർത്താ, കർത്താ. നിങ്ങൾ മരത്തിൽ കളിക്കൂ, ഞാൻ ഗാർഡനിൽ പോയി കളിച്ചോളാം. വിചിത്രമായിരിക്കുന്നു. ഡോക്ടർ ബാലുവിന് എന്തോ പ്രശ്നമുണ്ട്. ഇങ്ങ് വരൂ, നമുക്ക് പോയി അന്വേഷിക്കാം. ഞങ്ങളും അദ്ദേഹത്തെ അന്വേഷിക്കായിരുന്നു. സ്കൂളിൽ ചെന്നു, അവിടെയും അദ്ദേഹം ഇല്ല. ആ
എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാർഡനിൽ കളിക്കാൻ പോകുന്നുണ്ടെന്ന്. വരൂ വരൂ, നമുക്ക് ഗാർഡനിൽ പോയി നോക്കാം. ഓ, ആ. അയ്യോ 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 അയ്യോ. ഓ, ഡോക്ടർ ചെയ്തത് ഒട്ടും ശരിയായില്ല കേട്ടോ. സോറി, എനിക്ക് ഉറക്കം വരുന്നു. ഇങ്ങനെ ചെയ്ത് ചെയ്ത് ക്ഷീണിച്ചു. എന്റെ കണ്ണെന്ന ആകാശത്ത് ഉറക്കത്തിന്റെ കാർമേഘങ്ങൾ മൂടി. എനിക്കൊരു കഥ പറഞ്ഞു തരൂ. അമ്മയെ ഓർമ്മ വരുന്നുണ്ട്. കുട്ടികളെ പോലെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? എടാണേ, കുട്ടികളെ പോലെ തന്നെയല്ലേ അയാൾ പെരുമാറുന്നതും. എന്റെ കൂടെ ഇപ്പൊ ഗാർഡനിൽ കളിക്കുമായിരുന്നു. എന്നിട്ട് കുട്ടികളെ പോലെ കൈകൊട്ടി ചിരിക്കുമായിരുന്നു. ഞങ്ങളോടും കുട്ടികളെ പോലെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. എന്റെ അടുത്തും അങ്ങനെ തന്നെയാ. ഹാ, എന്റെ അടുത്തും അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ വരൂ. നിന്റെ കാത് കൊള്ളാം, കാതിൽ കിടക്കുന്ന കമ്മലും കൊള്ളാം. പക്ഷേ ഒറ്റ കമ്മലിട്ടുകൊണ്ട് നീ എന്തിനാണ് ഡാൻസ് കളിക്കുന്നത്? ഇയാളെ വീട്ടിൽ കൊണ്ട് അയാളുടെ ഭാര്യക്ക് കൊടുത്തെന്നാണ് പറയുന്നത്. തനിക്ക് നാണമില്ലേ മറ്റുള്ളവരുടെ സാധനങ്ങൾ ഭാര്യയ്ക്ക് കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്? ഇയാളിപ്പോ പറഞ്ഞത് നാണോ ഇല്ലെന്നാണ്. എന്താ അങ്ങനെയല്ലേ? ഞാൻ ഒരെണ്ണം തരികയാണെങ്കിൽ നിന്റെ കാതിന്റെ പണി അതോടെ തീരും. പിന്നെ ജീവിതകാലം മുഴുവനും തനിക്ക് കാത് കേൾക്കാതെ ജീവിക്കേണ്ടി വരും. ഭാര്യക്ക് ഗിഫ്റ്റ് കൊടുത്തതല്ല, ഞാനത് ഭാര്യയുടെ അടുത്ത് കൊടുത്തിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ടാ പറഞ്ഞത്. ആരെങ്കിലും അന്വേഷിച്ചു വന്നാ അവർക്ക് കൊടുക്കാനായിട്ട്. ഞാൻ എന്റെ ഭാര്യയോട് വിളിച്ച് പറഞ്ഞേക്കാം, നിങ്ങൾ പോയി ആ കമ്മൽ വാങ്ങിച്ചോ. നമസ്കാരം. നമസ്കാരം. ഞങ്ങള് കമ്മല് വാങ്ങാൻ വേണ്ടി വന്നതാ. നിങ്ങൾ തെറ്റായിട്ടുള്ള സ്ഥലത്താ വന്നത്. കമ്മല് വാങ്ങണമെങ്കിൽ വല്ല ജ്വല്ലറിയിലോട്ടും പോ. ഇവിടെ വരൂ. ഇത് ജുമാജിയാണ്. ഇവരുടെ മുത്തച്ഛന്റെ കമ്മലാണ്. ഇവരുടെ മുത്തച്ഛൻ കൊടുത്തതാണ് ആ കമ്മൽ. അത് നിങ്ങളുടെ ഭർത്താവിന്റെ കടയിൽ കളഞ്ഞുപോയി. നിങ്ങളുടെ ഭർത്താവാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊടുത്തുപോയി എന്ന്. ആര് നിങ്ങളാണോ? ഇപ്പൊ മനസ്സിലായല്ലോ. ഇവരുടെ കമ്മൽ നിങ്ങൾ ഇവർക്ക് തന്നെ കൊടുത്തേക്കൂ. എന്റെ പൊന്നു ചേട്ടാ, എനിക്കൊരു കാര്യം പിടികിട്ടുന്നില്ല. ഏതമ്മച്ചി, ഏത് ഭർത്താവ്, ഏത് ഭാര്യ, അല്ല ഏതാണ് ഈ ജുമ? ഇവർക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളാണ് ഭാര്യ. ദാ ജുമ ഇതാണ്. അപ്പൊ പിന്നെ ഭർത്താവ് ആരാണ്? കടയിലുള്ളതല്ലേ നിങ്ങളുടെ ഭർത്താവ്? സംശയമുണ്ടോ? അദ്ദേഹം എന്റെ ഭർത്താവ് തന്നെയാ. പക്ഷെ അങ്ങേര് എനിക്ക് എന്തിനാണ് കമ്മല് തരുന്നത്? ഇവർക്ക് അവരുടെ മുത്തശ്ശിയാണ് കൊടുത്തത്. അങ്ങുണ്ട്. അങ്ങ് ഡോക്ടറാണ്, ഡിറ്റക്റ്റീവ് അല്ലല്ലോ. പിന്നെ അങ്ങ് എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടുപിടിക്കും. വലിയ വലിയ രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ആളല്ലേ. കമ്മല് വളരെ ചെറുതല്ലേ? അതെ, ഒന്ന് കണ്ടുപിടിച്ചു തരാമോ? തീർച്ചയായും. എന്നോടൊപ്പം ഇവരൊക്കെ ഉണ്ടല്ലോ. ഇവർ കൂടെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ശക്തിയും കിട്ടും, എക്സ്ട്രാ ബുദ്ധിയും എനിക്ക് കിട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എനിക്ക് തീർച്ചയായും കണ്ടെത്തി തരാൻ കഴിയും. ഇവിടെ വരൂ. നിങ്ങൾ എന്റെ കമ്മൽ കണ്ടെത്തി തരില്ലേ? നിങ്ങളുടെ കമ്മലോ? അല്ല, ഇവരുടെ കമ്മല.
അവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടിയും രണ്ടുപേർക്കും വേണ്ടി അന്വേഷിക്കാം ഡോക്ടർ ബാലു. നിങ്ങൾ പേടിക്കണ്ട, കമ്മൽ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വീണിട്ടുണ്ടാവും. ഇവിടെ വരും മുമ്പ് നിങ്ങൾ എവിടെയൊക്കെയാ പോയത്? ഞാന് ദേവരാജന്റെ സ്വീറ്റ് ഷോപ്പിൽ പോയായിരുന്നു. എനിക്ക് ബദാം ഹൽവ എന്ന് വെച്ചാല് വലിയ ഇഷ്ടമാണ്. ഞാനുണ്ട്. ഞാൻ നിനക്ക് ഒരുപാട് അലുവ വാങ്ങിച്ചു തരാം. അത് കഴിച്ച് നീ ഒരുപാട് തടിച്ച് പിന്നെ തടി കുറയ്ക്കാനായിട്ട് ദിവസവും എക്സസൈസ് ചെയ്യണം. അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. നിങ്ങളെന്താ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? പുതിയതായി ഇറങ്ങിയ സിനിമ എന്തെങ്കിലും എന്റെ മുഖത്ത് കാണിക്കുന്നുണ്ടോ? കമ്മൽ എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ടെത്തണം. ഇവരുടെ സന്തോഷമാണ് എന്നും എപ്പോഴും എന്റെയും സന്തോഷം. അങ്ങനെ നിങ്ങൾക്ക് സന്തോഷിക്കണമെന്നുണ്ടെങ്കിലേ ഇവിടെ ഇങ്ങനെ നിന്നാ മാത്രം പോരാ. വാ, വന്ന് കമ്മൽ അന്വേഷിക്ക്. സംശയം സ്വാഗതം, സുസ്വാഗതം. എന്റെ കടയിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വരൂ വരൂ. നോക്കൂ, ഞങ്ങളിവിടെ ഒരു അത്യാവശ്യ കാര്യം. ബദാം സ്വീറ്റ് ഉണ്ടല്ലോ, അതാണ് എന്റെ സ്പെഷ്യാലിറ്റി. കാര്യം പറയുന്നതിന് മുമ്പ് വായിക്കാത്ത സ്വീറ്റ് കയറ്റിയില്ല എങ്ങനെയാ? ഇഷ്ടം പോലെ സ്വീറ്റ് കഴിച്ചോളൂ, സന്തോഷമായിട്ടിരിക്കൂ. ഇവിടെ വരൂ, ഞാൻ പറയുന്ന കാര്യം എന്താ? എല്ലാവരും എന്റെ സ്വീറ്റ് കഴിച്ച് സന്തോഷമായിട്ടിരിക്കണം, അതാണ് എനിക്ക് വേണ്ടതും. എല്ലാം നന്നായിട്ട് കഴിച്ചു നോക്ക്, എന്നിട്ട് എനിക്ക് ഓർഡർ തന്നാ മതി. ഞങ്ങൾക്ക് നിങ്ങളോടൊരു നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ സിറ്റിയിൽ ഏറ്റവും നല്ല സ്വീറ്റ് എന്റെ കടയിലാണ് ഉള്ളത്. ഇവിടെ രസഗുളയുണ്ടോ? എന്ത് ചോദ്യമാണിത്? ഉണ്ടല്ലോ. ആദ്യത്തെ നന്നായിട്ടൊന്ന് കഴിക്കേ, എന്നിട്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നന്നായിട്ടൊന്ന് കേക്കേ. ഇനി ഇയാൾ ഏതായാലും കുറച്ചേരത്തേക്ക് മിണ്ടില്ല, നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. ഞങ്ങളിവിടെ എന്റെ കമ്മൽ അന്വേഷിച്ചു വന്നതാ. അത് എവിടെയെങ്കിലും കണ്ടായിരുന്നോ? മറുപടി പറയേ. എങ്ങനെ പറയാനാണ്? അദ്ദേഹത്തിന്റെ വാ മുഴുവനും ലഡുവാണ്. അല്ല കന്നാ സാറേ, സാറെപ്പോഴാ പ്രാണായാമം തുടങ്ങിയത്? താണനിരത്തെ നീരോടുള്ളൂ. ഇപ്പൊ തുടങ്ങിയതാ, 15 മിനിറ്റ് ആയതേ ഉള്ളൂ. അടികൈ. കന്നാ സാർ ഇപ്പൊ എന്നെ പോലെ ആയിക്കൊണ്ടിരിക്കുക. എന്റെ കന്നാ സാറേ, ബണ്ണി ചോദിച്ചതേ എത്ര ദിവസമായി തുടങ്ങിയിട്ടെന്നാ. അതൊക്കെ എനിക്ക് മനസ്സിലായി പിള്ളേരെ. ഞാനും അത് തന്നെയാ പറഞ്ഞത്. ഇന്നിപ്പോ തുടങ്ങിയതേ ഉള്ളൂ, അത് 15 മിനിറ്റ് മുമ്പ്. ഡോക്ടർ ബാലു, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കന്ന സാറേ, ഞാൻ നിങ്ങളെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്റെ അക്കൗണ്ട് എന്ന പറമ്പിൽ നിന്നും കാശെന്ന മരങ്ങൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയൂ? അങ്ങനെ എന്താണ് സംഭവിച്ചത് ഡോക്ടർ ബാലു? ഞാൻ ഇന്റർനെറ്റിൽ എന്റെ ഫ്രിഡ്ജ് വിൽക്കാനുള്ള ആഡ് കൊടുത്തിരുന്നു. ഒരു കസ്റ്റമറിനെ കിട്ടി. അയാളുടെ സെർവൻ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വരാമെന്ന് പറഞ്ഞു. ക്യാഷ് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതൊരു നല്ല കാര്യമല്ലേ? സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് ആരും ഇക്കാലത്ത് വാങ്ങാറായില്ല. സംശയമുണ്ടോ? ഇവിടെ ഒരു ആദ്യം ഞാൻ മുഴുവൻ കാര്യങ്ങളും ഒന്ന് പറഞ്ഞോട്ടെ. തുറന്നു പറയാനുള്ള അവസരം തരൂ. അയാളെന്റെ അക്കൗണ്ടിലേക്ക് കാശ് ഇടുന്നതിന് പകരമായിട്ട് എന്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് അക്കൗണ്ടിലുണ്ടായിരുന്ന ക്യാഷ് മുഴുവൻ എടുത്തിരിക്കുകയാണ്. എന്റെ ഡോക്ടറെ, ഇതുപോലുള്ള ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. 20 കേസുകൾ എന്റെ ബാങ്കിൽ തന്നെ പെൻഡിംഗ് ഉണ്ട്. താങ്കൾ പോലീസിൽ പരാതിപ്പെട്ടിട്ട് പരാതിയുടെ കോപ്പി എനിക്ക് താ. ഞാൻ എന്തെങ്കിലും ചെയ്യാം. ദാ പോകുന്നു പോലീസ്. ഡോക്ടർ ബാലു, എന്നെ ഓടാൻ അനുവദിക്കൂ. ഡോക്ടർ ബാലു ഇപ്പൊ ഒരു പ്രോബ്ലത്തിലാണ്. സാറിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ജോഗിങ് ചെയ്താ പോരെ? യൂണിഫോം ഇട്ടുകൊണ്ട് ആരെങ്കിലും ജോഗിങ് ചെയ്യാറുണ്ടോ? അതെ, ഇപ്പതാ സാറ് ചെയ്യുന്നില്ലേ? ഈഷ്, കള്ളനെ പുറകെ ഞാൻ പോവുകയായിരുന്നു. കണ്ടോ, അവൻ രക്ഷപ്പെട്ടു പോയി. എന്തായാലും കള്ളനോടി പോയില്ലേ? പാണ്ഡ സാർ ഇവിടെ നിന്ന് പോയില്ലേ? മേഘങ്ങൾ കറുത്തിരുണ്ടു, മഴ പെയ്യാതെ പോയില്ലേ? താങ്കൾ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു കംപ്ലൈന്റ് തരാനുണ്ട്. എന്തിനാ? ഒരാളെന്നെ ഓൺലൈനിലൂടെ പറ്റിച്ച് എന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന ക്യാഷ് മുഴുവൻ എടുത്തുകൊണ്ട് പോയി. ഇത് സൈബർ ക്രൈമാണ്. ഇത് സൈബർ സെല്ലിലേക്ക് പോവുള്ളൂ. എങ്ങോട്ട് വേണമെങ്കിലും അയച്ചോ, പക്ഷെ ഡോക്ടർ ബാലുവിന്റെ ക്യാഷ് എത്രയും വേഗം തിരിച്ചു കിട്ടണം. സംശയമുണ്ടോ? അത് വളരെ പ്രയാസമാണ്. അവരുടെ അക്കൗണ്ട് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവരുടെ മൊബൈൽ നമ്പറും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. 90% കേസിലും കാശ് തിരിച്ചു കിട്ടുകയില്ല. അയ്യോ, കുറച്ചുകൂടെ ഉറക്കെ സംസാരിക്കുക. അദ്ദേഹം ദൂരെയാണ്, ഞങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങളോട് സംസാരിച്ചാ പോരെ?
അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ. ഇവിടെ വരൂ. നിങ്ങൾ എന്റെ കാച്ചാണ് എടുത്തത്. ഇനി ഞാൻ നിങ്ങളെ ഇടിച്ചിടിച്ച് ഒരു പരുവമാക്കും. കള്ളത്തരം കാണിക്കുന്നവർക്കെല്ലാം ഇത് ഒരു പാഠമായിരിക്കും. ഹലോ മാം, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഓഫർ ഉണ്ട്. താങ്കൾക്ക് എന്താ താല്പര്യമുണ്ടോ? വേണ്ട മോനെ, ഞങ്ങൾ ഓഫർ തരാൻ വേണ്ടിട്ടാ വന്നത്. പറഞ്ഞോളൂ മേഡം, താങ്കൾക്ക് ഈ ഓഫർ സ്വീകാര്യമാണോ? അക്കൗണ്ട് ഡീറ്റെയിൽസ് സാറ് തീർച്ചയായിട്ടും തരേണ്ടി വരുമല്ലോ. അടിച്ചോതൊക്കെ. ഓ, ഡോക്ടർ ബാലു, താങ്കൾ താഴെ ചെന്ന് എല്ലാരെയും സഹായിക്ക്. ഇവിടെ ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീയോ? ഇവിടെ മുഴുവൻ കരിമ്പ് കൃഷിയാണ് പാണ്ട സാറേ. ആദ്യം യൗമാരൊക്കെ പിടിക്കേ, അതിനുശേഷം സ്വസ്ഥമായിട്ട് കരിമ്പ് കഴിക്കാം. സംശയമുണ്ടോ?